ഇന്നലെ അരി ഇട്ടത് ആദിലയാണ്. ആദിലയുടെ അടുത്താണ് അനുമോൾ ഇത്ര ഗ്ലാസ് ഇടാൻ പറഞ്ഞു. ഇനി എത്ര ഇട്ടു എന്നുള്ളത് അനുമോൾക്ക് അറിയില്ല. ഇട്ട് കൊണ്ടുവന്ന് ചോറ് എല്ലാവർക്കും വിളമ്പി ആവശ്യത്തിലധികം ഒരു വ്യക്തിക്ക് ചോറ് കഴിക്കാനോ അതിന് വേണ്ടുന്നുള്ള കറിയുമാണ് കൊടുത്തതെന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ കഴിവാണ്. ആ ഒരു കഴിവുള്ള വ്യക്തി നമ്മുടെ നെവിൻ തന്നെയാണ്. നെവിനും സാബുമാൻ പഴയ എന്ത് പതുക്കി പതുങ്ങിയിരിക്കുന്ന ഒരു വലിയ പടക്ക് പോലെയാണ്. നുണയ നാരദനെന്ന് അതിൽ നെവിൻ പറയുന്നുണ്ട്. അല്ല, നെവിൻ പറയുന്നുണ്ട് നാരദനാണെന്ന്. അപ്പൊ അത് തന്നെയാണ് അവിടുത്തെ തുടക്കം മുതൽ ഒടുക്കം വരെ അങ്ങനെ തന്നെ നിൽക്കുക. ആരുമായിട്ടും ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് കൊണ്ടുവരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ ഗെയിമിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോവുക. ഇത് ഭയങ്കര സ്നേഹമായിട്ടിരിക്കുക. അവര് ചെയ്യുമ്പോ ഒന്ന്, ഇവര് ചെയ്യുമ്പോ അടിക്കാൻ കിട്ടിയ സമയം അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യും. പക്ഷെ ഒരുപാട് സങ്കടപ്പെടുകയൊക്കെ ചെയ്തവരാണ്. അവരെയാണ് ഷാനവാസ് ഇത്തവണ വളരെ മോശമായിട്ട് സംസാരിച്ചേക്കുന്നത്. പെങ്ങളൂട്ടിയല്ലേ ചേച്ചി വരും. ഇന്നലത്തെ ബിഗ് ബോസ് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിലെ ഓരോ പ്രവർത്തനങ്ങളൊക്കെ വളരെ മേന്മയേറിയതും അല്ലേ, നല്ല കാര്യങ്ങളൊക്കെയാണ്. കാരണം ഒരുപാട് ആൾക്കാർ നമ്മൾ മനസ്സിലാക്കി എന്ന് പറയുമെങ്കിലും കുറച്ചും കൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിൽ ആദില എന്ന് പറയുന്ന വ്യക്തിയെ പറയാതെ പോകാൻ പറ്റില്ല. കാരണം ആദിലയുടെ ഇപ്പോഴത്തെ ഒരു ചിന്തയിൽ ആദില എന്തോ വലിയൊരു സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ്. അല്ലെങ്കിൽ എന്തോ നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. കാരണം നൂറയ്ക്ക് കിട്ടിയതിൻ്റെ, പക്ഷേ നൂറയുടെ ക്യാപ്റ്റൻസി കൊള്ളാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാമായിരിക്കും. എനിക്കതിൽ നെഗറ്റീവും പോസിറ്റീവും പറയാം. കാരണം എല്ലായിടത്തും നൂറ എത്തിപ്പെടുന്നുണ്ട്. ഇന്നലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിങ്ങിൻ്റെ കാര്യത്തിൽ ഒന്നുകിൽ അനുമോളെ നിങ്ങൾ കിച്ചണിലാക്കരുതായിരുന്നു. കിച്ചണിലാക്കിയ സ്ഥിതിക്ക് അനുമോള് പറഞ്ഞതിൽ എവിടെയൊക്കെയോ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഫുഡ് വിളമ്പി വെച്ചിട്ട് എല്ലാവർക്കും ചോറ് കൊടുക്കുന്നുണ്ട്. അതിലുകൂടി പയറിൻ്റെ ഒരു കറിയാണ് വെച്ചിരിക്കുന്നത്, അത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുട്ട പൊരിക്കും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നലെ അരി ഇട്ടത് ആദിലയാണ്. ആദിലയുടെ അടുത്താണ് അനുമോൾ ഇത്ര ഗ്ലാസ് ഇടാൻ പറഞ്ഞു. ഇനി എത്ര ഇട്ടു എന്നുള്ളത് അനുമോൾക്ക് അറിയില്ല. ഇട്ട് കൊണ്ടുവന്ന് ചോറ് എല്ലാവർക്കും വിളമ്പി ആവശ്യത്തിലധികം ഒരു വ്യക്തിക്ക് ചോറ് കഴിക്കാനോ അതിന് വേണ്ടുന്നുള്ള കറിയുമാണ് കൊടുത്തതെന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സാബുമാനാണ് ഇന്നലത്തെ ഏറ്റവും വലിയ ഒരു വഴക്കിന് തുടക്കമിട്ടത്. കാരണം കൊടുത്ത കറി തികഞ്ഞില്ല, ഇനിയും വേണമെന്ന്. പക്ഷെ അനുമോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇനി അടുത്തത് വീണ്ടും ആരെങ്കിലും ചോറ് ചോദിച്ച് വരികയാണെങ്കിൽ ആ ഒരു ക്ലിപ്പിംഗ്സ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഈക്വലായിട്ടാണ് അനുമോൾ ചോറായിരുന്നാലും കറികളായിരുന്നാലും എല്ലാവർക്കും ആദ്യമേ ഈക്വലി കൊടുക്കുന്നുണ്ട്. സാബുമാൻ അത് ആദ്യം കഴിച്ചും തുടങ്ങിയിട്ടുണ്ട്. സാബുമാന് പോരെ വീണ്ടും വേണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇനി ചോറിരിക്കുന്നുണ്ട്, അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കറിയാണ് പുള്ളിക്കാരി. അതായത് നമ്മളിപ്പോ വീണ്ടും ചോറ് വേണമെങ്കിൽ കഴിക്കാൻ കറിയില്ലാതെ നമ്മൾ ചോറ് കഴിക്കുമോ? അപ്പൊ കറി വെച്ചിരുന്ന ചോറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല കാര്യം. എനിക്ക് ഇവിടെ തോന്നിയതെന്ന് പറഞ്ഞ ചേച്ചി സത്യം പറഞ്ഞ ആദിലയുടെയും നൂറയുടെ കേസല്ല, ആദില കൂടുതൽ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു രീതിയിൽ കാരണം പുള്ളിക്കാരിയുടെ ഇപ്പം എന്തുവാ പറയുക ചേച്ചി, ഇപ്പൊ അനുമോൾ ഇടയ്ക്ക് വെച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നീയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്റെ കൂടെ നിന്നതെന്നും അനുമോള് മനസ്സിലാക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അനു എന്ന കള്ളി, അനു എന്ന നുണച്ചി. അപ്പൊ ആദില ഇതിലെന്താണ്? അതിലും വലിയ കളി നുണച്ചിലല്ലേ? അതിനപ്പുറമാണ്. കാരണം ആദില എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഒന്നുമല്ല, നൂറയുടെ നിഴലിൽ ആടിക്കൊണ്ട് നടക്കുന്ന ഒരു കളിയാണ്. ആദിലയുടെ നിഴലായിരുന്നു നൂറ എന്ന് പറഞ്ഞു, ഇപ്പം മാറ്റി പറയേണ്ട അവസ്ഥ. നൂറയുടെ നിഴലിൽ കിടന്ന് ആദില ചെയ്യുന്ന ചില കാര്യങ്ങൾ നൂറയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊന്നുമില്ല. കാരണം ചില കാര്യങ്ങൾ ഇതുപോലെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവുകയാണെന്ന് ആദില പറയുമ്പം നൂറ പറയുന്നുണ്ട് അങ്ങനെ തെറ്റാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ബേബിക്ക് നെഗറ്റീവ് വരാനാണ് ആഗ്രഹം ചെയ്തോ. ഏറ്റവും ബെസ്റ്റ് എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എപ്പോഴും ഒരു പോരാളിയെ നമ്മൾ പോരാളി എന്ന് അംഗീകരിക്കുന്നത് ഒരു വലിയൊരു കൂട്ടത്തിന്, അതായത് വലിയൊരു കൂട്ട് സംഘത്തിനെ 4 ദിക്കിലേക്ക് അടിച്ചു പിരിക്കുന്നവൻ ആരാണോ അവന് വലിയ കഴിവാണ്. ആ ഒരു കഴിവുള്ള വ്യക്തി നമ്മുടെ നെവിൻ തന്നെയാണ്. നെവിനും സാബുമാൻ പഴയ എന്ത് പതുക്കി പതുങ്ങിയിരിക്കുന്ന ഒരു വലിയ പടക്ക് പോലെയാണ്. നുണയ നാരദനെന്ന് അതിൽ നെവിൻ പറയുന്നുണ്ട്. നെവിൻ പറയുന്നുണ്ട് അപ്പൊ അത് തന്നെയാണ് അവിടുത്തെ രഹസ്യം. ഇവിടത്തെ രഹസ്യം അവിടെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാണിന്റെ ഇത് അവള് അനുമോള് പറയുന്നത് ശരിയാണ്, പക്ഷെ നെവിൻ കഴിവുള്ളവരുത്തനാണെന്ന് തെളിയിച്ചു. കാരണം 3 പേരുടെ ഈ ഒരു സുഹൃത്ത്, അതിൽ 3 പേരുടെ സുഹൃത്തിൽ ഒരിക്കലും ആദിലയുടെ കൂട്ടുകെട്ട് നല്ലതാണെന്ന് ഞാൻ പറയില്ല. അതിലെ അവസരത്തിനൊത്ത് ചാടുന്ന അവസരവാദിയാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ നെവിൻ അവളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവൾ ഇവിടെ വന്നിട്ട് വലിയ പ്രശ്നങ്ങളാണ് ആക്കി വിടുന്നത്. ഇവള് നുണച്ചി എന്തോ കള്ളി പറയുന്നത് നല്ലതാണ്. അനുമോൾക്ക് ഈ ആദിലയുടെ ഒക്കെ തനി സ്വഭാവം അറിയാൻ പറ്റിയല്ലോ, അതാണ് നല്ലത്. അതെ, മുൻപ് ഇതുപോലെ
ഇതുപോലെ വേറൊരു സംഭവം ഉണ്ടായിരുന്ന സമയത്ത് നമുക്കറിയാം കുറച്ച് ദിവസം അവർ തമ്മിൽ മിണ്ടില്ലായിരുന്നു. അതെ, അനുമോൾ തന്നെ ഒറ്റപ്പെടുന്ന ഒരു രീതിയിലായിരിക്കുമായിരുന്നു. എന്നിട്ടും അനുമോളുടെ മനസ്സിന്റെ പറ്റാത്തത് കൊണ്ടാണ് അനുമോൾ വീണ്ടും പോയി നമ്മൾ ഇന്നലെ ഒരു തരംതാന്ന ഒരു കളി കളിച്ചേക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് എല്ലാം പറഞ്ഞിട്ട് ഒരു കരച്ചില്. എന്റെ പൊന്നാതില് നിങ്ങളുടെ കരച്ചിലൊന്നും ഞങ്ങൾക്ക് ഒന്നും തോന്നില്ല, വേറെ ഒന്നും കൊണ്ടല്ല. മാത്രമേ അത് കള്ളക്കരച്ചിൽ. അനുമോള് കരഞ്ഞാൽ കള്ളക്കരച്ചില്, കണ്ടന്റ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഇങ്ങനെ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണ്. അപ്പോ ഈ ആദിലയുടെ കണ്ണീന്ന് വരുന്ന കണ്ണീര് എന്താണ്? പൂങ്കണ്ണീര്. ആ കണ്ണീരിനൊന്നും ഒരു ഇതും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. ഇതിപ്പോ അനുവിന് വേണ്ടിയിട്ട് പറയുന്നതോ സംസാരിക്കുന്നതോ അല്ല, കണ്ട കാര്യം. അതിപ്പോ ഞാനാണെങ്കിൽ എന്താണ് നമ്മുടെ വീട്ടിൽ തന്നെ നടന്നിരുന്നാലും ന്യായത്തിന്റെ പക്ഷത്ത് പറയുകയാണെങ്കിൽ എനിക്ക് അനുവിന്റെ ഒരു കാര്യത്തിൽ നെഗറ്റീവായിട്ട് തോന്നിയത്, നമുക്കറിയാം പലതവണ അനു കിച്ചണിൽ വരുമ്പോഴും അനു പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഇറങ്ങി പോകുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അതെ, ഇന്നലത്തെ ക്യാപ്റ്റനോട് പറയുന്നുണ്ട് ഞാൻ പോവാണ്. അപ്പൊ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു നിങ്ങളെ മാറ്റിയിട്ട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതുല്യ ഒരു നല്ല സുഹൃത്തായിട്ട് കണ്ടു എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും അതുല്യെ വേറൊരു രീതിയിൽ എനിക്ക് സംസാരിക്കാനോ പറയാനോ തോന്നില്ല. കാരണം നമ്മുടെ സുഹൃത്തുക്കളാകുമ്പോൾ നമ്മൾ ബിഗ് ബോസ് ഷോയിൽ അതിനൊരു ഇത്തവണത്തെ സീസൺ, കാരണം കഴിഞ്ഞ സീസൺ എല്ലാം എടുക്കുമ്പം ഒരു പരിധിക്ക് അപ്പുറം അവർക്കിപ്പോ ഒരു നല്ലൊരു ബന്ധം ഉണ്ടെങ്കിൽ അത് അവര് എപ്പോഴും കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇത്തവണത്തെ സീസണിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എക്സാമ്പിൾ എന്ന് പറയുന്നത് ആദിലയും അനുമോളും തമ്മിലുള്ള പറഞ്ഞതൊക്കെ ഞാൻ പറയട്ടെ. അപ്പൊ നല്ല സുഹൃത്തായിരിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് സുഹൃത്ത് ബന്ധത്തിന് ഒരു വിള്ളൽ വരുമ്പോൾ അതിനെ വിളിച്ച് പറയുന്നത് ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ സുഹൃത്തായിരിക്കുമ്പോൾ നമ്മുടെ വേദനകളും വിഷമങ്ങളും നമ്മളെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒരു പക്ഷേ ഷെയർ ചെയ്യും, നല്ല സുഹൃത്താണെന്ന് കരുതി. പക്ഷേ അത് വേറൊരു സമയത്ത് ഒരു ചെറിയ അകൽച്ചയോ പിണക്കോ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് ഉടനെ അതിനെ എടുത്ത് പറയുന്നത് ഒരു നല്ല വ്യക്തിത്വം അല്ല അതില നിങ്ങൾ കാണിക്കുന്നത്. ശരിക്കും നിങ്ങളാണ് അതിലെ കള്ളിയും നുണച്ചിയും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അക്ബർ പറയുന്നത് നെവിൻ പറയുന്നതും കേട്ടിട്ട് അവൾ ഇവിടെ വന്നു കിടന്ന് എന്ത് ഇന്നലെ ഫുഡിനെ വലിച്ച് പാത്രം പിടിച്ചത് അവൾ മാത്രമല്ല ചേച്ചി. അതിപ്പം അങ്ങനെ എന്ത് വേണോ കാണിച്ചോട്ടെ, വെറുതെ ഫേക്ക് ആയിട്ടുള്ളൊരു സ്നേഹം അങ്ങനെയുള്ളവർ അനുമോളായിട്ട് വന്ന് കാണിക്കേണ്ട ആവശ്യം. അപ്പൊ നമുക്കിപ്പോ എല്ലാവർക്കും അറിയാം, എല്ലാവരും ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ആണ്, എല്ലാവരും ഗെയിം കളിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം തുടക്കം മുതൽ ഒടുക്കം വരെ അങ്ങനെ തന്നെ നിൽക്കുക. ആരുമായിട്ടും ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് കൊണ്ടുവരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ ഗെയിമിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോവുക. ഇത് ഭയങ്കര സ്നേഹമായിട്ടിരിക്കുക, അവരെ കുറ്റം പറയുക, ഇവരെ കുറ്റം പറയുക, ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും പറയുക. എന്നിട്ട് മറ്റു സൈഡിൽ പോയിട്ട് അവൾ ഇങ്ങനെയാണ് കേട്ടോ പറഞ്ഞത്, നല്ല വ്യക്തിത്വത്തിനുടമല്ലേ. ഇതിലെല്ലാം ഉപരി വേറെ ഇതും കൂടെ ഉണ്ട്. ഷാനവാസെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സത്യം പറഞ്ഞാൽ അന്നത്തെ ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അന്നത്തെ ഡ്രാമയാണോ എന്നുള്ളത്. അല്ലേ, അന്നത്തെ ഷാനവാസ് ഏതാണെന്നാണ് ഇപ്പം പ്രേക്ഷകർ അറിയില്ല. അല്ലെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് ഷാനവാസ് അന്ന് സുഖമില്ലാതെ പോയപ്പോൾ അങ്ങ് പോകാനുള്ളതായിരുന്നു. കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഒരു പേരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ നിങ്ങൾ ഇവിടെ വന്ന് കാണിക്കുന്നത് നിങ്ങളൊരു കാര്യം ചെയ്ത് ബിഗ് ബോസ് കഴിയുമ്പോഴേ ബിഗ് ബോസ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളൊരു കാര്യം ചെയ്യുക ഷാനവാസെ, ഈ പറയുന്ന ആദില പെങ്ങളെയും നൂറ പെങ്ങളെയും കൂടെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയിക്കോ, കുഴപ്പമില്ല. പക്ഷെ അത് ഇവിടെ വേണ്ട. ബിഗ് ബോസിനകത്ത് വലിയ ഒരു അമ്മ കളിക്കുന്നതിനോട് ഷാനവാസിന്റെ സംഭവം ഓർമ്മ ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്ന ചേച്ചി, സീസൺ 6 സിജോയും അതുപോലെ തന്നെ സായി കൃഷ്ണ നമ്മളെ സീക്രട്ട് ഏജന്റും നന്ദനി എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവരുടെ സെയിം ഒരു സംഭവമാണ്. അവര് എപ്പോഴും എന്നാലും ഒരു സിമിലാരിറ്റി ഉണ്ട് ചേച്ചി. ബംഗളൂട്ടി കാർഡ് പോലെയായിരുന്നു അവര് നടന്നിരുന്നത്. സെയിം ഒരു സംഭവം തന്നെയാണ് ഇപ്പൊ ഷാനവാസിന്റെ കാര്യത്തിൽ. ഷാനവാസിനെ കുറിച്ച് ഈ ആദിലെ നൂറി മോശമായിട്ട് പറഞ്ഞില്ലേ? പിന്നെ ഷാനവാസ് ചെന്നിരുന്ന് കരഞ്ഞ് കണ്ണീരൊക്കെ തുടയ്ക്കുന്നത് കണ്ടായിരുന്നില്ല. വേറൊന്ന് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുറ്റങ്ങൾ തീർന്നിട്ട് വേണം നമ്മൾ വേറൊരാളിനെ കൈ ചൂണ്ടാൻ പോകാനായിട്ട്. ഇല്ലേ, നമ്മൾ എന്താണ് അല്ലെങ്കിൽ നമുക്കുള്ള കുറവ് എന്താണ്, നമ്മളിൽ എന്താണ് കുറ്റം എന്നുള്ളത്, ആ കുറ്റങ്ങൾ നമ്മൾ വേറൊരാളിനെ ചൂണ്ടാൻ സംസാരിക്കാൻ പോകരുത്. കാരണം നമുക്ക് ആ കുറ്റമുണ്ട്. ഇന്നലെ തന്നെ അനുമോളെ ഇത്രയും ഇത്രയും സംസാരിച്ചപ്പോഴത്തേക്ക് അതിലെ ഒരു മനുഷ്യൻ എന്ന് തന്നെ പറയാം, അനീഷ്. പുള്ളിക്കാരൻ ആരെ പറഞ്ഞിരുന്നാലും ഓടി വരും, എന്ത് വിഷയം. പക്ഷേ ഇന്നലെ അനീഷ് വന്നപ്പോഴത്തേക്ക് ഉടനെ നമ്മുടെ അവൻ പറയുന്ന കേട്ട് അക്ബർ എന്ന് പറയുന്ന, അയ്യോ അത് ഇതുപോലൊരു ചെന്നായ വേറെ ഒന്നുമില്ല എന്ന് വേണം പറയാൻ. ഇത്രയും ക്രൂക്കറ്റ് കണ്ണിങ് ചെന്നായ വേറെ ഇല്ല. വന്ന് പറയുന്നു ദാ ഡിങ്കൻ വരുന്നടാ അനുമോളെ രക്ഷിക്കാനായിട്ടെന്ന്. പക്ഷേ അനീഷ് വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് അനുമോൾ ചെയ്ത പ്രശ്നം. ഇതേ വിഷയം മുമ്പ് ക്യാപ്റ്റൻ ചെയ്തിട്ടില്ലേ നൂറ? ചെയ്തിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ഇതിൽ മത്സരത്തിൽ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിൽ അവൾ ജോലി ചെയ്യില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ അതേ നൂറ കറക്റ്റ്
ലാസ്റ്റ് അക്ബർ കേൾക്കുന്നുണ്ട് ചേച്ചി. കാരണം കഴിഞ്ഞ വീക്ക്ലി എപ്പിസോഡ് കണ്ടിട്ടുള്ളവർക്കറിയാം, ലാലേട്ടൻ വന്ന എപ്പിസോഡില് അനുമോള് ഈ അക്ബറൊക്കെ ചോറ് വെച്ചതിൽ മിച്ചം വന്നതിന് എടുത്തു കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ കിച്ചൺ ടീം എന്തുവാണ്, എക്സ്ട്രാ ചോറല്ലേ ഉണ്ടാക്കി. അവര് ചെയ്യുമ്പോ ഒന്ന്, ഇവര് ചെയ്യുമ്പോ അടിക്കാൻ കിട്ടിയ സമയം അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നു. പക്ഷെ കണ്ണിങ് ആണ്. കാരണം അവന്റെ ഇത് എടുത്തെടുത്ത് ഈ നൂറാന്ന് പറയുന്നവളും ആദിലാന്ന് പറയുന്നവള് ഇതിന് മുന്നേ ജോലിയൊന്നും ചെയ്യാതിരുന്നിട്ടില്ലേ. ആദിലേക്കും നൂറയ്ക്കും ഒക്കെ കിട്ടിയ ഒരു തിരിച്ചടി തന്നെയാണ് ചേച്ചി ഈ ഒരു വീക്ക് എന്ന് തോന്നുന്നു. കാരണം പുറത്തു വരട്ടെ എന്നുള്ള കഴിഞ്ഞ ആഴ്ച അവർ എന്തിനെയൊക്കെയാണോ കുറ്റം പറഞ്ഞത് അതിനെല്ലാം ഇന്ന് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ. മനുഷ്യന്റെ ആ ഒരു ഇത് തിരിച്ച് അനീഷ് ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യം എന്നുള്ളത്. നിങ്ങൾ സത്യസന്ധമായിട്ട് തുറന്ന് സംസാരിച്ച് ഒരു ഇതുണ്ടാക്കും. നിങ്ങളും കഴിഞ്ഞ ആഴ്ച ഇതൊക്കെ ചെയ്തിട്ടില്ലേ. അനുമോളുടെ പേരും അനീഷിന്റെ പേരും വച്ചിട്ട് ഇവരൊരു പേര് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷാനവാസ് ആണല്ലേ, അപ്പോൾ ആദിലയും നൂറേം പെണ്ണല്ലേ, അപ്പോൾ അവർക്കും പറയാമല്ലോ. എങ്കിൽ അവരെയും പറയാം. അനുമോളും അനീഷും വേറൊരു ലീഗ് അവരങ്ങനത്തെ ഒരു റിലേഷൻ. അയ്യോ അനുമോളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ നടക്കുന്ന നാണം കെട്ടവനെ എന്തൊക്കെ പറയുന്നു അനീഷിനെ. അതേ വാക്കുകളാണ് എനിക്ക് ആ പറയുന്ന ഷാനവാസിനെ പറയാനുള്ളത്. എന്താ അവനും ഇതേപോലെ ഇവരെ പുറകെ നടന്ന് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി കൊട പിടിച്ചുകൊണ്ട് നടക്കുന്നവനാണെന്ന് പറഞ്ഞാൽ കൊള്ളത്തില്ലേ? അവനും അതാണ് ഇപ്പോൾ അവിടെ ചെയ്യുന്നത്. ആദിലേ നൂറേം പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിന് ഇരിക്കാൻ പറ്റത്തില്ല. ഒരു വെപ്രാളം കൊണ്ട് ഷാനവാസ് എടുത്തു ചാടണം. അന്നേരം ഈ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ മറക്കും, പുള്ളിയുടെ ടെൻഷൻ മറക്കും, എല്ലാം മറന്നിട്ട് ആദിലേക്ക് നൂറയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നു. അതുപോലെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇതേ പറയുന്ന അനീഷ് അനുമോൾക്ക് വേണ്ടി മാത്രമല്ല സംസാരിക്കുന്നത്. കഴിഞ്ഞ നൂറയ്ക്ക് വേണ്ടി സംസാരിക്കാറുണ്ട്. അനുമോളുടെ കേസ് വന്നാലും ഇനിയിപ്പോൾ ആദിലയുടെ കേസായിരുന്നു, അക്ബറിനായിക്കോട്ടെ നെവിനായിക്കോട്ടെ എന്തൊരു ഇഷ്യൂ വന്നിരുന്നാലും ആര് വിഷമിച്ചിരിക്കുന്നത് കണ്ടാലും ആദ്യം പോയി ചോദിക്കുന്നത് അനുമോൾക്ക് വേണ്ടി മാത്രമല്ല. അല്ലാതെ അനീഷിന് അനുമോളോട് എല്ലാവരെയും കൂടി ഒറ്റപ്പെടുത്തുമ്പോൾ ആ ഒരു അങ്ങനെ ഇരിക്കുന്നത് നിങ്ങളെയാണ് ഒറ്റയ്ക്ക് ഈ ഷാനവാസെ നിങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യം ചേച്ചി. ഇപ്പൊ അനുമോൾ എന്തെങ്കിലും വിഷമം പറഞ്ഞിരുന്നാലും അനീഷായിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്, ചില സമയത്ത് മിണ്ടാതെ ഇരിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവരുടെ കുട്ടി അവനൊക്കെ അങ്ങനെ ഷാനവാസ് പെണ്ണുങ്ങളെ സ്വഭാവമാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞ ഇല്ലേ, പെണ്ണാളനായിട്ട് പെണ്ണുങ്ങളെ സ്വഭാവമാണ് ചെയ്യുന്നത്. അതായത് എൻ്റെ മോളെ എൻ്റെ പെങ്ങളെ നീ വീട്ടിൽ വിളിച്ചുകൊണ്ട് വെക്കോ ഷാനവാസെ, കുഴപ്പമില്ല. പക്ഷെ അത് ഇവിടെ ഇതിനകത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് മാത്രം അവരെ പെങ്ങളായിട്ട് കാണാനുള്ള മനസ്സുണ്ട്. എന്താ അനീഷിന് അങ്ങനെ കാണാനുള്ള കഴിവില്ലേ? അനീഷിന് സ്ത്രീകളെന്ന് പറയുമ്പോൾ വേറൊരു രീതിയിലെ കാഴ്ചപ്പാട് വരത്തുള്ളൂ, അല്ലെങ്കിൽ അനുമോൾക്ക് ആണുങ്ങളെന്ന് പറയുമ്പോൾ അങ്ങനെ വരത്തുള്ള, ആദിലേക്കും നൂറയ്ക്കും വരത്തില്ല. അപ്പം സംസാരിക്കുന്നത് എല്ലാവരോടും ഒരേപോലെ, അതായത് പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി സംസാരിക്കും. നമ്മുടെ കുറ്റം തീർന്നിട്ട് വേണം നമ്മൾ മറ്റുള്ളവരെ പറയാനായിട്ട്. ഇന്നലത്തെ ഗെയിം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായത് നമ്മുടെ ഷാനവാസിനോടും ആദിലയോടും നൂറയുടെ ഒക്കെ. ഇവരൊക്കെ എന്താണ് പറയുന്നത്? സുഹൃത്ത് ബന്ധത്തിനൊക്കെ ഇത്രയും വില കുറച്ച് കാണാൻ ഇവരൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇല്ലേ? അതൊക്കെയാണ് എനിക്കിപ്പോൾ സത്യം പറഞ്ഞ് ചോദിക്കുക. പിന്നെ ബാക്കിയുള്ളത് സാബുമാനെ സംബന്ധിച്ചിടത്തോളം സാബുമാൻ കിട്ടുന്നിടത്ത് എന്തെങ്കിലും ഇതാകട്ടെ എന്നുള്ളതിലൂടെ പോകുന്ന ഒരാളാണ്. ഇതിൽ ഏറ്റവും രണ്ടിതായിട്ട് വിജയിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ചെയ്തതിന് തിരിച്ചടി കൊടുക്കാൻ സാധിച്ച നെവിനും അക്ബറുമാണ്. അവന്മാരാണ് മിടുക്കൻ. കാരണം അവരെ കഴിഞ്ഞ ആഴ്ച പൊരിച്ചതിന് അവർ തിരിച്ചെടുത്തിടുന്നുണ്ട്. ഇത് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന മണ്ടന്മാർ. ഞാൻ ചോദിക്കട്ടെ, ഷാനവാസ് പോയപ്പോഴത്തേക്ക് ഡ്രാമ എന്ന് പറഞ്ഞ് കളിച്ച് ചിരിച്ച് നാണം കെടുത്തിയവനാണ് ഈ പറയുന്ന അക്ബറും നെവിനും ഒക്കെ. അതേ സ്ഥാനത്ത് അനീഷ് എന്ന് പറഞ്ഞവൻ തൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സങ്കടപ്പെടുകയും അനീഷും ഈ അനുമോളും ഒക്കെ പറഞ്ഞത് ഒരുപാട് സങ്കടപ്പെടുകയൊക്കെ ചെയ്തവരാണ്. അവരെയാണ് ഷാനവാസ് ഇത്തവണ വളരെ മോശമായിട്ട് സംസാരിച്ചേക്കുന്നത്. പെങ്ങളുട്ടിയാണെങ്കിൽ വീട്ടിൽ കൊണ്ട് പൊയ്ക്കോ ഷാനവാസ്. ഇത് ഗെയിം കഴിയുമ്പോൾ നമുക്ക് കാണാം എന്ത് പെങ്ങളുട്ടി അവരൊക്കെ കിട്ടുന്ന എല്ലാ കണ്ടസ്റ്റൻസും എല്ലാവരും കാണുന്നത് പോലെ നിങ്ങൾ ഈ 100 ദിവസം കഴിഞ്ഞിട്ട് ആരൊക്കെ നിൽക്കുമെന്ന് അറിയില്ല. വീട്ടിൽ പോയിട്ട് എല്ലാ എപ്പിസോഡും എടുത്ത് കാണണം. അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും, അപ്പോഴറിയാൻ പറ്റും നിങ്ങൾ എന്താണ് ജെനുവിനായിട്ട് നിന്നിരുന്നത്, ആരാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ പിന്നിൽ നിന്ന് കുത്തിയത്. ജനങ്ങൾ കാണുകയാണ്. നാളെ ഒരു സമയം നിങ്ങൾക്ക് പുറത്തിറങ്ങി നമ്മളെയൊക്കെ ഫേസ് ചെയ്യേണ്ടതാണ്. അതൊന്ന് ആലോചിക്കുക. അപ്പോൾ സ്വന്തമായിട്ടുള്ള വ്യക്തിത്വങ്ങളിൽ കളിക്കാൻ നോക്ക്. ഒരാളിനെ വിരൽ ചൂണ്ടുമ്പോൾ നമുക്കെതിരെ 3 വിരൽ നമ്മുടെ നേരെ വരെയാണ്. അപ്പം അങ്ങനെ ആലോചിക്കുക. നിങ്ങൾ പെങ്ങളുട്ടിക്കാർഡാണെങ്കിൽ അനീഷും പെങ്ങളുട്ടിക്കാർഡായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കാർഡായിരിക്കും ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് പറയാനുള്ള യോഗ്യത ഉണ്ട്. അതിലേ നൂറിനെ സംബന്ധിച്ചിടത്തോളം പറയാനേ യോഗ്യതയില്ല. എന്നിട്ട് ചന്ദ്രൻ ലാസ്റ്റ് കരയുന്നുണ്ട്. അങ്ങനെ കരയാനുള്ള ഒരു യോഗ്യതയും നിങ്ങൾക്കില്ല. കരയാനുള്ള ഒരു യോഗ്യതയില്ല. ഇപ്പം അനുമോൾ എൻ്റെ ആരുമല്ല, ഞങ്ങൾക്ക് അനുമോൾ അറിയത്തില്ല ഈ ഒരു ഇതിൽ വന്നിട്ടും. അല്ലെങ്കിൽ അവർ പറയുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവരെടുത്ത് വെച്ചേക്കുന്നത് ഈ പേര്. PR-ൻ്റെ വർക്കിലാണ് അവർ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PR-ൻ്റെ വർക്കിൽ എത്ര വർഷം, എത്ര മാസം, എത്ര ദിവസം നിൽക്കും ഇല്ലേ?
സാധാരണ ആൾക്കാർ വോട്ട് ചെയ്യുന്നു. ഈ വോട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും കൊണ്ടുവന്ന് ഇവരെന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ, കാശോ ഇതോ? ഒന്നുമല്ല. അപ്പോൾ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥിക്ക് ഇഷ്ടമുള്ളവർ വോട്ട് കൊടുക്കുക. അത് മത്സരം ജനുവലാണെന്ന് കാണുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഇത് തോന്നാം, എന്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല അത്രയും വോട്ട്. ഇനിയിപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരു നോമിനേഷനിൽ വന്നേക്കുകയല്ലേ. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ എങ്ങനെയാവും എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. പക്ഷേ അത്യാവശ്യം സത്യസന്ധമായിട്ട് മാന്യമായിട്ട് ഗെയിം കളിച്ച് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. കമൻറ്റുകളൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഇതിൽ ശരിയും തെറ്റുമൊക്കെ തോന്നാം. ഇപ്പം എൻ്റെ കാഴ്ചപ്പാടായിരിക്കില്ല നിങ്ങൾക്കുള്ളത്. നമ്മൾ പറയുന്നതിന് നിങ്ങൾ എഗ്രി ചെയ്യണമെന്നില്ല. നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങളുടെ വ്യൂ പോയിന്റ് നിങ്ങളത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ പ്രേക്ഷകരെ നമ്മൾ ചിന്തിക്കുന്നത് പോലെയാണോ ചിന്തിക്കുന്നതെന്ന്. എന്തായാലും ബിഗ് ബോസിന്റെ പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും വരേക്കും ബൈ.